ഹൈ ഓൾ ഐ+ന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ട്രേഡ്സ്മാൻ സ്മിത്തി പരീക്ഷയുടെ PYQകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു. അടുത്ത സെറ്റ് ഓഫ് PYQകളിലേക്ക് നമുക്ക് പോകാം. ഇതേ ചോദ്യങ്ങൾ മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്, അത് കാര്യം മനസ്സിലാക്കുക. ദ ഹാമർ യൂസ്ഡ് ഫോർ റിവെറ്റിംഗ് പർപ്പസ് ഇൻ ഇൻഡസ്ട്രിയൽ വർക്ക്, അതായത് ഇൻഡസ്ട്രിയൽ വർക്കിൽ റിവെറ്റിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹാമർ ഏത്? എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അല്ലേ. ഹാമർ ഏത്? റിവെറ്റിങ്ങിനുള്ള ഹാമർ ഏത്? ക്ലോ ഹാമർ, സ്ലെഡ്ജ് ഹാമർ, സെറ്റ് ഹാമർ, ബോൾ പീൻ ഹാമർ. അപ്പോൾ ഹാമർ നമ്മൾ പഠിക്കാറുണ്ട്, പലപ്പോഴായിട്ട് ഹാമറുകൾ നമ്മൾ പഠിക്കാറുണ്ട്. അതിൽ ഏത് ഹാമറാണ് നമ്മൾ ഈ റിവെറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. ക്ലോ ഹാമർ ആണോ, സ്ലെഡ്ജ് ഹാമർ ആണോ, സെറ്റ് ഹാമർ ആണോ, ബോൾ പീൻ ഹാമർ ആണോ? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? സിമ്പിൾ ആണ്. റിവെറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്, അത്തരം മെറ്റൽ വർക്കിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബോൾ പീൻ ഹാമർ. ബോൾ പീൻ ഹാമർ, ബോൾ പീൻ ഹാമർ ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബോൾ പീൻ ഹാമറിന്റെ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഹാൻഡിലുണ്ട്, വെഡ്ജുകളുണ്ട്. ഈ അറ്റത്തുള്ള ആ റൗണ്ട് ഷേപ്പാണ് പീൻ വരുന്നത്. ഇതാണ് ഫേസ്, ഐ എന്നുള്ള ഷേപ്പൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡയഗ്രാം, ഹാമറിന്റെ ഒരു ഡയഗ്രാം ഇതാണ്. ബോൾ പീൻ ഹാമറിന്റെ ഡയഗ്രാം ഇതാണ്. ഓക്കെ. ദ കട്ടിംഗ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഡ്രിൽ, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. പലപ്പോഴായിട്ട് PSCക്ക് ഒരുപാട് തവണ PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ട്വിസ്റ്റ് ഡ്രില്ലിന്റെ കട്ടിംഗ് ആംഗിൾ എത്ര എന്നുള്ളതാണ്. 110 ഡിഗ്രി, 59 ഡിഗ്രി, 90 ഡിഗ്രി, 118 ഡിഗ്രി. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? പലപ്പോഴായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഏതാണ്? 118 ഡിഗ്രി. സോ ഓപ്ഷൻ ഡി, 118 ഡിഗ്രി ഈസ് ദ കറക്റ്റ് ആൻസർ. 118 ഡിഗ്രി. അപ്പോൾ ഇതാണ് ട്വിസ്റ്റ് ഡ്രിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു എഡ്ജ്, അത് ആ ഒരു ആംഗിൾ എത്ര എന്നുള്ളതാണ്. ട്വിസ്റ്റ് ഡ്രില്ലിനെ സംബന്ധിച്ച് ആ ആംഗിൾ എന്ന് പറയുന്നത് 118 ഡിഗ്രി ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. എട്ടാമത് ചോദ്യം, ദ പ്രോപ്പർട്ടി റിച്ച് മെറ്റൽ ഇനേബിൾ ടു ഡ്രോ ഔട്ട് ഇൻ തിൻ വയേഴ്സ്, അതായത് റിച്ച് എന്നല്ല, പ്രോപ്പർട്ടി ഇൻ വിച്ച് എന്നാണ് ആ ചോദ്യത്തിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. പ്രോപ്പർട്ടി ഇൻ വിച്ച് മെറ്റൽസ് ആർ ഇനേബിൾഡ് ഇൻ വിച്ച് ദ പ്രോപ്പർട്ടി ഇൻ വിച്ച് മെറ്റൽ ഇനേബിൾഡ് ഡ്രോ ഔട്ട് ഇൻ തിൻ വയേഴ്സ്, അതായത് മെറ്റലിനെ തിൻ വയറുകളായിട്ട് വലിച്ചു നീട്ടാൻ സാധിക്കുന്ന പ്രോപ്പർട്ടി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സിമ്പിളാണ്, ഇതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഡക്ടിലിറ്റി, മാലിബിലിറ്റി, ഹാർഡ്നെസ്, ടഫ്നെസ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഹാർഡ്നെസ് ആണോ, ടഫ്നെസ് ആണോ? മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അടിച്ച് പരത്താനുള്ള കഴിവാണ് അല്ലേ. പരന്ന ഒരു സർഫസ് ആകാം മാലിബിലിറ്റി. ഹാർഡ്നെസ് റെസിസ്റ്റൻസ് ആണ്, ടഫ്നെസ്സും റെസിസ്റ്റൻസ് ആണ്. ഈ പറഞ്ഞ ഡക്ടിലിറ്റി എന്താണ്? ഡക്ടിലിറ്റി ആണ് ഈ പറഞ്ഞ തിൻ വയറുകളായിട്ട് നമുക്ക് ഡ്രോ ചെയ്തെടുക്കാനുള്ള കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡക്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ദ പ്രോപ്പർട്ടി ഇൻ വിച്ച് മെറ്റൽ ഇനേബിൾ ടു ഡ്രോ ഔട്ട് ഇൻ തിൻ വയേഴ്സ് എന്ന് ചോദിച്ച ആൻസർ എന്താണ്? ഡക്ടിലിറ്റി ആണ് അതിൻ്റെ ആൻസർ. സോ ഓപ്ഷൻ എ, ഡക്ടിലിറ്റി ഈസ് ദി കറക്റ്റ് ആൻസർ. അപ്പോൾ ഡക്ടിലിറ്റി സിമ്പിളാണ്. ഈ പറഞ്ഞ മെറ്റൽ പ്രോപ്പർട്ടീസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും ഈ പറഞ്ഞ സ്മിത്തി പോലുള്ള പരീക്ഷകളിൽ മെറ്റൽസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ്. ഡക്ടിലിറ്റി എന്താണ്, മാലിബിലിറ്റി എന്താണ്, ഹാർഡ്നെസ് എന്താണ്, ടഫ്നെസ് എന്താണ്, സ്ട്രെങ്ത് എന്താണ് എന്നൊക്കെ ഉള്ളത് അറിഞ്ഞിരിക്കുക. അതിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കുക. ഒമ്പതാമത്തെ ചോദ്യം, ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ കണ്ടെയ്ൻസ് ഇൻ എ ലോ കാർബൺ സ്റ്റീൽ. ഒരു ലോ കാർബൺ സ്റ്റീലിൽ എത്ര ശതമാനം കാർബൺ ആണ് ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ കണ്ടെയ്ൻസ് ഇൻ എ ലോ കാർബൺ സ്റ്റീൽ. അപ്പോൾ ലോ കാർബൺ സ്റ്റീലിൽ എത്ര ശതമാനം കാർബൺ ഉണ്ട്? 0.7 to 1.5, 0.05 to 0.25, 15 to 20, 1.5 to 2%. ഒന്ന് രണ്ട് ഓപ്ഷനുകൾ നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. 15 to 20 എന്താണെങ്കിലും വരില്ല. ഒരു ലോ കാർബൺ സ്റ്റീലിൽ കാർബണിൻ്റെ അളവായി ചോദിക്കുന്നത്. കാർബൺ തന്നെ സ്റ്റീലിൽ കാർബണിൻ്റെ അളവ് തന്നെ എത്ര ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ 15 to 20 ഒരിക്കലും വരില്ല. ഓപ്ഷൻ സി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ലോ കാർബൺ സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, 1.5 to 2. ആദ്യത്തെ രണ്ട് ഓപ്ഷനുകൾ തമ്മിലാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത്. 0.7 to 1.5 ആണോ, 0.05 to 0.25 ആണോ? സംശയം വേണ്ട, ഓപ്ഷൻ ബി 0.05 to 0.25 തന്നെയാണ് ഇതിൻ്റെ ആൻസർ. യൂഷ്വലി 0.05 to 0.3 എന്ന് നമ്മൾ പറയാറുണ്ട്. അതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു വാല്യൂ ആയതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. 0.05 to 0.25% ആണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. എന്താണ് ചോദ്യം? ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ കണ്ടെയ്ൻസ് ഇൻ എ ലോ കാർബൺ സ്റ്റീൽ. ഒരു ലോ കാർബൺ സ്റ്റീൽ എത്ര ശതമാനം കാർബൺ ഉണ്ടെന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. പത്താമത്തെ ചോദ്യം നോക്കാം. നെയിം ദ ടൂൾ യൂസ് ടു എൻലാർജ് എ ഡ്രിൽഡ് ഹോൾ. ഓൾറെഡി ഡ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഹോള് എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഏത് എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. ഏതാണിത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. ടാപ്പ് ആണോ, റീമർ ആണോ, ഡൈ ആണോ, സ്ക്രൈബർ ആണോ? ടാപ്പ് എന്താണെന്ന് നമുക്കറിയാം, റീമർ എന്താണെന്ന് അറിയാം, ഡൈ എന്താണെന്ന് അറിയാം, സ്ക്രൈബർ എന്താണെന്ന് അറിയാം. അറിയില്ലേ?
അറിയില്ലെങ്കിൽ അത് പഠിക്കണം. കൃത്യമായിട്ട് ഈ ടൂളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ടൂളിൻ്റെ ഉപയോഗം എന്ത്, ഓരോ ടൂളിൻ്റെ പാർട്സുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ വിവിധ ആംഗിളുകളിൽ എത്രയാണ്, സ്റ്റാൻഡേർഡ് വാല്യൂസ് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഭാഗങ്ങളും അറിഞ്ഞിരിക്കണം. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ 360 ഡിഗ്രിയിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു ടൂൾ പഠിക്കുകയാണ്, ഇപ്പോൾ ടാപ്പ് എന്ന് പറഞ്ഞ ടൂൾ പഠിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞ്, അത് എന്തിന് യൂസ് ചെയ്യുന്നു, അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്, അതുപോലെ അതിനകത്തുള്ള പല പല എന്താണ് പെക്യുലാരിറ്റീസ്, അതിൻ്റെ നോമൻക്ലേച്ചർ എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ വിവിധ എന്തെങ്കിലും സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ആംഗിളിൻ്റെയോ ബിഡ്ത്തിൻ്റെയോ മറ്റേതെങ്കിലും ഡയമെൻഷൻ്റെയോ വാല്യൂ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം എന്താണ്? നെയിം ദ ടൂൾ യൂസ് ടു എൻലാർജ് എ ഡ്രിൽഡ്, ഒരു ഡ്രിൽഡ് ഹോള് എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? ടാപ്പാണോ, റീമറാണോ, ഡൈ ആണോ, സ്ക്രൈബറാണോ? ഏതാണ്? റീമറാണ് അല്ലേ, സിമ്പിളാണ്. ഓപ്ഷൻ ബി റീമർ ഈസ് ദ കറക്റ്റ് ആൻസർ. റീമർ എങ്ങനെ, ഓൾറെഡി നമ്മളൊരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ടൂൾ വെച്ചിട്ട് ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും എൻലാർജ് ചെയ്യാം. ഇപ്പോൾ ഡ്രില്ല് വെച്ചിട്ട് നമ്മളൊരു ഹോൾ ഉണ്ടാക്കി അതിനുശേഷം അത് എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് റീമർ എന്നുള്ളത്. ഇപ്പോൾ ഹാൻഡ് റീമർ ഉണ്ട്, മെഷീൻ റീമർ ഉണ്ട് അല്ലേ. അപ്പോൾ പലതരത്തിലുള്ള റീമർ ഉണ്ട്. അപ്പോൾ ഡ്രില്ല് വെച്ച് നമ്മളൊരു ഹോൾ ഉണ്ടാക്കിയ ശേഷം അത് വീണ്ടും എൻലാർജ് ചെയ്യുന്നത് റീമർ എന്നുള്ള ടൂൾ വെച്ചിട്ടാണ്. ടാപ്പ്, സ്ക്രൈബർ തുടങ്ങിയ, സ്ക്രൈബറൊക്കെ മാർക്കിംഗ് ടൂളാണ്. ഡൈ എന്തിനാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.